ഹായ് ഓൾ, ഇന്ന് നമ്മൾ CUET-യുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഏജസ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രസൻറ്റ് ടൈമിൽ ഹാരിഷിൻ്റെ ഏജ് 8 ടൈംസ് ദി സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 സണ്ണിൻ്റെയും കൂടെ ഏജിൻ്റെ സമ്മ് പ്രസൻ്റ്ലി നമുക്ക് എസ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഹാരിഷിൻ്റെ ഏജ് ആ സമ്മിൻ്റെ 8 ടൈംസ് ആണെന്നറിയാം. ഇനി പറഞ്ഞിരിക്കുന്നത് 8 ഇയേഴ്സ് കഴിയുമ്പോഴുള്ള കാര്യമാണ്. സോ ആഫ്റ്റർ 8 ഇയേഴ്സ് ഹാരിഷിൻ്റെ ഏജ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 8 കൂടുതലായിരിക്കും. സോ നമുക്കത് 8s + 8 എന്ന് എഴുതാം. അതുപോലെ ഓരോ സണ്ണിൻ്റെയും ഏജ് 8 വെച്ച് ഇൻക്രീസ് ചെയ്യും. ഓരോ സണ്ണിൻ്റെ ഏജും 8 ഇയേഴ്സ് വെച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സമ്മിനകത്ത് 16 ഇൻക്രീസ് വരും. സോ S + 16 ആയിരിക്കും സണ്ണിൻ്റെ ഏജിൻ്റെ സമ്മ് 8 ഇയേഴ്സ് കഴിയുമ്പം വരുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ 8 ഇയേഴ്സ് കഴിയുമ്പം ഹാരിഷിൻ്റെ ഏജ് എന്നുള്ളത് 2 ടൈംസ് ദി സം ഓഫ് ദി ഏജസ് ഓഫ് ഹിസ് സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8 ഇയേഴ്സ് കഴിയുമ്പോൾ ഹാരിഷിൻ്റെ ഏജ് 8s + 8 ആണ്. അത് 2 ടൈംസ് S + 16 ആയിരിക്കും വരുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2s + 32 വരും. ഇവിടുന്ന് നമുക്ക് ഈ 2s ഇപ്പുറത്ത് വരുമ്പോൾ 8s - 2s എന്തായി മാറും? 6x ആവും. സോ 6x = 32 - 8 which is equal to 24, or s is equal to 24/6 which is equal to 4 എന്ന് കിട്ടും. സോ നമുക്കിവിടെ S 4 ആണെങ്കിൽ ഹാരിഷിൻ്റെ പ്രസൻറ്റ് ഏജ് എന്നുള്ളത് 8 × 4 32 ആണ് വരുന്നത്. സോ ഓപ്ഷൻ B ഈസ് ദി കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 5 years ago നൂറി വാസ് thrice as old as സോനു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഈ തന്നിരിക്കുന്നത് ഇവരുടെ പ്രസൻറ്റ് ഏജാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. തന്നിരിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് ഏജാണ്. അപ്പോൾ പ്രസൻറ്റ് ഏജിൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറിയുടേത് സോനുയുടെ ത്രൈസ് വരുന്ന ആൻസർ ഏതാണെന്ന് നോക്കിയാൽ മതി. സോ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഈ ഓപ്ഷൻ അല്ല, കാരണം നൂറിക്കാണ് സോനുവിനെക്കാട്ടും ഏജസ് കൂടുതൽ വരുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 5 years ago നോക്കുകയാണെങ്കിൽ ഇത് 15 ആവും, ഇവിടെയാണെങ്കിൽ 35 ആണ്. സോ 3 ടൈംസ് അല്ല വരുന്നത്. ലാസ്റ്റ് ഓപ്ഷനകത്ത് ഇവിടെ 15 ആണ്, 5 years ago വരുമ്പം 45 ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് 15ൻ്റെ 3 ടൈംസ് ആണ് 45. സോ ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആശയുടെ ഏജ് അനിതയുടെ ഏജിൻ്റെ ട്വൈസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് അനിതയുടെ ഏജ് ഞാൻ A എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആശയുടെ ഏജ് എനിക്ക് 2A എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പ്രസൻറ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 3 years ബാക്ക് ഉള്ള കാര്യമാണ്. 3 years ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഏജിനേക്കാൾ 3 കുറവായിരിക്കും ആ ഇയേഴ്സിൽ വരുന്നത്. സോ ആശയുടെ ഏജ് എന്തായിരിക്കും? അതിനകത്തുനിന്ന് 3 ലെസ് ആയിരിക്കും. സോ നമുക്ക് 2A - 3 എന്ന് എഴുതാം. അതേപോലെ തന്നെ അനിതയും 3 years ലെസ് ആയിരിക്കും. സോ നമുക്ക് A - 3 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 3 years ago ഉള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. 3 years ago ആശ എന്ന് പറയുന്നത് 3 ടൈംസ് ആസ് ഓൾഡ് ആസ് അനിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 years ago ആശയുടെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് 2A - 3 ആണ്. ഇത് 3 ടൈംസ് അനിതയുടെ ആ ഒരു ടൈമിലുള്ള ഏജ് ആണ്. സോ 3 ടൈംസ് A - 3 എഴുതാം. ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ ഇത് 3A - 9 ആണ്. നമ്മൾ ഈ A അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് ആയി മാറും. സോ ഈ 9 ഇങ്ങോട്ട് വരുമ്പം 9 - 3 = 3A - 2A. സോ A = 9 - 3. A എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അതായത് അനിതയുടെ പെർസെൻറ്റേജ് 6 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഓൾഡ് ഈസ് ആശ നൗ എന്നാണ്. സോ 2 ടൈംസ് അനിതയാണ്. സോ 2 ടൈംസ് 6 which is 12. സോ ഓപ്ഷൻ A ഈസ് ദി കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏജ് 5 children 3 years ഇൻ്റർവെല്ലിൽ ബോൺ ചെയ്ത 5 childrenൻ്റെ ഏജിൻ്റെ സമ്മ് 50 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് യങ്ങസ്റ്റ് ചൈൽഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ സം അറിയാമെങ്കിൽ ഈ 5 childrenൻ്റെയും കൂടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 50/5 ആണ് വരുന്നത്. അതായത് ആവറേജ് എന്നുള്ളത് 10 ആയിരിക്കും വരുന്നത്. സോ ഇവിടെ 5 children 3 years ഇൻ്റർവെല്ലിലാണ് ജനിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരുന്ന സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിലെ മിഡിൽ ടേം ആണ്. ഇവിടെ 3 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ ഏജും വരുന്നത്. സോ നമുക്കതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ നമുക്ക് 5 children ഉണ്ടെങ്കിൽ അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഈ 3rd childrenൻ്റെ ഏജ് ആയിരിക്കും. സോ അതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 10 എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു 3 ലെസ് ഉണ്ടാവും, എഗെയിൻ ഒരു 3 ലെസ്. സോ 10 നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 years ആണ്. സോ യങ്ങസ്റ്റ് ചൈൽഡിൻ്റെ ഏജ് വരുന്നത് 4 years ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രോഹിത്തിൻ്റെ ഏജ്
അരുണിൻ്റെ ഏജിനേക്കാൾ എത്ര യങ്ങർ ആണോ അത്ര തന്നെ ഓൾഡർ ആണ് നീനയുടെ ഏജിനേക്കാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ രോഹിത്തിൻ്റെ ഏജ് 6 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അരുണിൻ്റെ ഏജ് എന്നുള്ളത്, ഞാൻ സപ്പോസ് രോഹിത്ത് അരുണിനേക്കാൾ എക്സ് ഇയേഴ്സ് യങ്ങർ ആണെന്ന് എടുക്കാം. സോ അരുൺ രോഹിത്തിനേക്കാൾ എക്സ് ഇയേഴ്സ് എൽഡർ ആയിരിക്കും. സോ അരുണിൻ്റെ എന്ന് എനിക്ക് R+X എന്ന് എഴുതാം. അതേപോലെ നമുക്ക് നീനയുടെ ഏജ്, രോഹിത്ത് നീനയേക്കാൾ എക്സ് ഇയേഴ്സ് എൽഡർ ആണ്, അല്ലെങ്കിൽ നീന രോഹിത്തിനേക്കാൾ എക്സ് ഇയേഴ്സ് യങ്ങർ ആണ്. സോ നീനയുടെ നമുക്ക് R-X എന്ന് എടുക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് അരുണും നീനേൻ്റെയും ഏജിൻ്റെ സമ്മാണ്. സോ ഇത് രണ്ടും സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 times R ആണ്. അത് 110 എന്നാണ് വന്നിരിക്കുന്നത്. സോ രോഹിത്തിൻ്റെ ഏജ് 110/2 55 ആണ് വരുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ ബി. ഇവിടെ നമുക്ക് റാണിയുടെ കറണ്ട് ഏജ് എന്ന് പറയുന്നത് 3 times ദാറ്റ് ഓഫ് ഹർ ഡോട്ടർ മേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അറ്റ് പ്രസൻറ്റിൽ മേരിയുടെ ഏജ് എക്സ് ആണെങ്കിൽ റാണിയുടെ ഏജ് എന്ന് പറയുന്നത് അതിൻ്റെ 3 times ആണ്. സോ നമുക്ക് 3x എന്ന് എഴുതാൻ പറ്റും. ഇനി പറഞ്ഞിരിക്കുന്നത് 4 years എഗോ ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ 4 years ബിഫോർ നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഏജും 4 ഡിക്രീസ് ചെയ്യും. സോ റാണിയുടേത് 4 years മുന്നേ 3x - 4 ആയിരിക്കും. അതുപോലെ മേരിയുടേത് x - 4 ആയിരിക്കും. ഈ ഒരു 4 years മുന്നേ ഉള്ള കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റാണിയുടെ ഏജ് ഡോട്ടറിൻ്റെ ഏജിൻ്റെ 4 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് റാണിയുടെ ഏജ് 4 years മുന്നേ 3x - 4 ആണെന്നറിയാം. ഇത് 4 times ഡോട്ടേഴ്സ് ഏജ് ആ സമയത്ത് x - 4 ആണ്. അപ്പം നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4x - 16 എന്ന് വരും. അപ്പം നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x = 16 - 4 12 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി മേരീസ് ഏജ് 5 years ഫ്രം നൗ എന്നാണ്. മേരിയുടെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് എക്സ് ആണെന്നറിയാം, 5 വർഷം കഴിഞ്ഞാലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ x+5 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് വരുന്നത് ഇപ്പോൾ 12 ആണെങ്കിൽ 12 + 5 which is equal to 17 years ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിലും സച്ചിൻ്റെ ഏജ് 4 times ദാറ്റ് ഓഫ് ഹിസ് സൺ എന്നാണ് പറഞ്ഞത്. സോ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ നമുക്ക് എഴുതാം, സണ്ണിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ സച്ചിൻ്റെ ഏജ് എന്തായിരിക്കും വരുന്നത്? 4x ആയിരിക്കും വരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് 5 years എഗോ ഉള്ള കണ്ടീഷനാണ്. സോ നമ്മൾ രണ്ടുപേരുടെ ഏജും 5 സബ്ട്രാക്ട് ചെയ്യുക. സോ 5 years എഗോ വരുമ്പോൾ എന്ത് വരും? സച്ചിൻ്റെ ഏജ് 4x - 5 ആവും. അതേപോലെ സണ്ണിൻ്റെ ഏജ് x - 5 ആവും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 years എഗോ ഉള്ള കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. സച്ചിൻ വാസ് 9 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ അറ്റ് ദാറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ചിൻ്റെ ഏജ് 5 years എഗോ നമുക്ക് 4x - 5 എന്നറിയാം. സണ്ണിൻ്റെ ഏജ് x - 5 ആണ്. അതിൻ്റെ 9 times ആണ് സച്ചിൻ്റെ ഏജ്. സോ നമുക്ക് 9 times x - 5 എന്ന് എഴുതാം. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 9x - 5 എന്ന് വരും. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം, എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം. 9x - 4x ചെയ്താൽ നമുക്ക് 5x = 45 - 5 40 എന്ന് കിട്ടും. സോ എക്സ് എന്നുള്ളത് നമുക്ക് 8 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസൻറ്റ് ഏജ് ഓഫ് സച്ചിനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് സണ്ണിൻ്റെ ഏജ് ആണ് 8 എന്ന് കിട്ടിയിരിക്കുന്നത്. സച്ചിൻ്റെ ഏജ് 4 times 8 ആണ്. സോ 32 എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദറിൻ്റെയും ഡോട്ടറിൻ്റെയും പ്രസൻറ്റ് ഏജിൻ്റെ സമ്മ് 42 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ ഫാദറിൻ്റെ ഏജ് എഫ് എന്ന് എടുക്കാം. രണ്ടുപേരുടെയും കൂടെ ഏജിൻ്റെ സമ്മ് 42 ആണെങ്കിൽ ഡോട്ടറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 42 - F ആയിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് 7 years ലേറ്റർ ഉള്ള കണ്ടീഷനാണ്. സോ നമുക്കത് എഴുതാം. 7 years കഴിയുമ്പോൾ ഫാദറിൻ്റെ ഏജ് എന്തായി മാറും? F+7 ആവും. അതുപോലെ ഈ 42 - F ആണ് ഡോട്ടറിൻ്റെ ഏജ് എങ്കിൽ അതിനോട് 7 ആഡ് ചെയ്യണം. സോ നമുക്ക് 49 - F എന്ന് കിട്ടും ഡോട്ടറിൻ്റെ ഏജ് 7 years കഴിയുമ്പോൾ. ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? 7 years ലേറ്റർ കണ്ടീഷനിൽ ഫാദറിൻ്റെ ഏജ് ഡോട്ടറിൻ്റെ ഏജിൻ്റെ 3 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 years ലേറ്റർ കണ്ടീഷനിൽ ഫാദറിൻ്റെ ഏജ് F+7 ആണ്. അത് ഡോട്ടറിൻ്റെ ആ സമയത്ത് ഏജ് 49 - F ആണ്. അതിൻ്റെ 3 times ആയിരിക്കും. സോ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് 3 × 49 - 3F ആണ് വരുന്നത്. ഇനി നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4F = 3 × 49 - 7 എന്ന് വരും. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7 × 20 140 എന്ന് വരും. സോ എഫിൻ്റെ വാല്യൂ എന്താണ്? 140 ÷ 4 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടും. സോ ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് എന്നുള്ളത് 35 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത് പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക്
റേഷ്യോ രണ്ടുപേരുടെ പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ 3:7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് നമുക്ക് രാജിൻ്റെ ഏജ് എങ്ങനെ എടുക്കാം? 3x എന്നും രവിയുടെ ഏജ് 7x എന്നും എടുക്കാൻ പറ്റും. ഇനി പറഞ്ഞിരിക്കുന്നത് 4 ഇയേഴ്സ് കഴിയുമ്പം രവിയുടെ ഏജ് 39 ഇയേഴ്സ് എന്നാണ്. രവിയുടെ ഇപ്പോഴത്തെ ഏജ് 7x ആണെങ്കിൽ 4 ഇയേഴ്സ് കഴിയുമ്പോൾ 7x + 4 ആണ്. ഇത് നമുക്ക് 39 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 7x എന്ത് വരും? 39 - 4 35 എന്ന് കിട്ടും. ഓർ x = 35/7 നമുക്ക് 5 എന്ന് കിട്ടും. സോ x 5 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് രാജിൻ്റെ ഏജ് ആണ്, 4 ഇയേഴ്സ് എഗോ ഉള്ളതാണ്. സോ രാജിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ത് വരും? 3 × 5 15 വരും. 4 ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് മുന്നേ ആണ്. അപ്പം നമ്മൾ 4 മൈനസ് ചെയ്യണം. 15 - 4 എന്താവും? 11 ആവും വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.